എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്യൂമറേഷൻ ഫോം SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ് 2026. ഈ BLOമാർ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് പൂരിപ്പിച്ചിട്ടുണ്ടാവും. നിരവധി ആൾക്കാർ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പൂരിപ്പിച്ചിട്ടുണ്ടാവും. കുറേ ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്ന് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അറിയാത്തവരുണ്ട്, ഇനിയിപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പൂരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്ന വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളുടെ SIR ഫോമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പൂരിപ്പിക്കുന്നത്, ഈ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന വോട്ടറുടെ പേര് കൊടുത്തിട്ടുണ്ട്, എപ്പിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, മുകളിലത്തെ ഈ കോളത്തിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിയമസഭാ മണ്ഡലം ഏതാണ്, നമ്മുടെ ബൂത്ത് ഏതാണ്, ഫുൾ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ, QR കോഡ്, നമുക്ക് വേണ്ട പുതിയൊരു ഫോട്ടോ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ട നമുക്കിനി പൂരിപ്പിക്കേണ്ട തൊട്ട് താഴെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ തൊട്ട് താഴെയുള്ള കാര്യങ്ങൾ എളുപ്പമായിട്ട് തന്നെ പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജനന തീയതി, ആധാർ നമ്പർ, ഫോൺ നമ്പർ, ഇതെല്ലാം നമ്മളിവിടെ സൈഡിൽ എഴുതി കൊടുക്കുക. പിതാവിൻ്റെ പേര് അവിടെ കൊടുക്കുക. പിതാവിൻ്റെ എപ്പിക് നമ്പർ അറിയാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. മാതാവിൻ്റെ പേര് അതവിടെ കൊടുക്കുക. മാതാവിൻ്റെ എപ്പിക് നമ്പർ അറിയാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പങ്കാളിയുടെ പേര് ബാധകമെങ്കിൽ അതവിടെ കൊടുക്കുക. പങ്കാളിയുടെ എപ്പിക് നമ്പർ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പൂരിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ തൊട്ട് താഴെ വരുന്ന ആദ്യത്തെ കോളമുണ്ട്. ഈ ആദ്യത്തെ കോളം പൂരിപ്പിക്കേണ്ടത് 2002 നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ 2002 വോട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2002 നമുക്ക് എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലം മാറ്റമുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബൂത്ത് മാറ്റമുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ടും അത് നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. 2002 വോട്ടർ ലിസ്റ്റിലുള്ളവർക്കാണ് ആദ്യത്തെ കോളം പൂരിപ്പിക്കേണ്ടത്. അതങ്ങനെയാണ് നമുക്ക് പരിശോധിക്കുക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ 2002 വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത്. ഈ രണ്ടാമത്തെ കോളം പൂരിപ്പിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുൻ കോളത്തിൽ അവസാന SIRന്റെ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യം കൊടുത്തിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ആളുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വോട്ടർ ലിസ്റ്റിൽ 2002 ഇല്ലാത്തൊരു വ്യക്തി കൊടുക്കേണ്ട രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ്. അതിവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ പിതാവെങ്കിൽ പിതാവിന്റെ പേര്, മാതാവെങ്കിൽ മാതാവിന്റെ പേര് അതിവിടെ കൊടുക്കുക. എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ അതവിടെ കൊടുക്കുക. ബന്ധുവിന്റെ പേര് അതവിടെ കൊടുക്കുക. നമ്മുടെ ബന്ധം പിതാവെങ്കിൽ പിതാവ്, മാതാവെങ്കിൽ മാതാവ്, നമ്മുടെ ജില്ല അവിടെ കൊടുക്കുക. സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, പാകം നമ്പർ, ക്രമ നമ്പർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത്. 2002 വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവർ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. 2002 വോട്ടർ ലിസ്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ തന്നെയാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത്, അപ്പോൾ നമുക്കത് എങ്ങനെയാണത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കത് ഗൂഗിൾ വഴി തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് ഒരു തെറ്റുമില്ലാതെ ഇവിടെ പൂരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായി ഗൂഗിളിൽ കയറി വോട്ടർ ലിസ്റ്റ് 2002 കേരള എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, വോട്ടർ സെർച്ച് എന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ 2002 ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ താമസിച്ചിരുന്നത് ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് അവിടെ കൊടുക്കുക. അതിന് തൊട്ട് താഴെ ആ ഡിസ്ട്രിക്റ്റിൽ അന്നത്തെ നമ്മുടെ നിയമസഭാ മണ്ഡലം ഏതാണ് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നമ്പർ അതവിടെ നിങ്ങൾ വ്യക്തമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. ആ നമ്പർ ഇപ്പോൾ വ്യത്യാസമുണ്ടാവും, അതുകൊണ്ട് തന്നെ ആ നമ്പർ ഏതാണോ ആ നമ്പർ അവിടെ എഴുതി വെക്കുക. അതിനുശേഷം ബൂത്ത് നെയിമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ അന്ന് നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള ബൂത്ത് ഏതാണോ ആ ബൂത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ബൂത്ത് നമ്പറും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾക്ക് ഏത് ബൂത്ത് നമ്പറാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അത് അവിടെ എഴുതി വെക്കണം. കാരണം ഇത് നമുക്ക് ആ ഫോമിൽ പൂരിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ നെയിം, കഴിവതും നിങ്ങളുടെ പേര് മലയാളത്തിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. തൊട്ട് താഴെയുള്ളത് ഹൗസ് നെയിമാണ്, അതിന് ആവശ്യം വരുന്നില്ല. നിങ്ങൾ പാർട്ട് സീരിയൽ നമ്പർ നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ നിങ്ങൾ അവിടെ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പേരിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യത്തെ പേരാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പാർട്ട് നമ്പർ, ഈ പാർട്ട് നമ്പർ എന്നുള്ളത് നമ്മുടെ ബൂത്ത് നമ്പറാണ്.
222 ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ക്രമ നമ്പറാണ്. അത് നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. നിങ്ങളുടെ ക്രമ നമ്പറാണ് പാർട്ട് സീരിയൽ നമ്പർ. അപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നമ്മൾ അവിടെ ആദ്യം തന്നെ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് തന്നെ എഴുതി വെക്കേണ്ടതാണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പാർട്ട് നമ്പർ എന്നുള്ളത് നമ്മുടെ ബൂത്ത് നമ്പറാണ്. പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതാണ് നമ്മുടെ ക്രമ നമ്പർ. അപ്പോൾ 2002 വോട്ടർ ലിസ്റ്റിലുള്ളവർക്ക് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് തന്നെയും എല്ലാ രേഖകളും നിങ്ങൾക്ക് അവിടെ കണ്ടെത്തി ഇവിടെ പൂരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അവിടെ പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ പേര്, വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, ബന്ധുവിൻ്റെ പേര്, ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഞാനവിടെ കാണിച്ചിരുന്നു. ഏതൊക്കെയാണ് നമ്പറുകൾ അതോടെ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പൂരിപ്പിച്ച് കൊടുത്താൽ മതി. 2002 വോട്ടർ ലിസ്റ്റിലുള്ളവർ, 2002 വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവർ നിങ്ങളുടെ പിതാവിൻ്റെ, മാതാവിൻ്റെ അവിടെ ബന്ധത്തിലുള്ള ആളുടെ ഡീറ്റെയിൽസുകൾ ഫുള്ളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അന്നത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡല നമ്പർ, നമ്മുടെ ക്രമ നമ്പർ, നമ്മുടെ പാകം നമ്പർ. അപ്പോൾ നമ്മളത് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ. അതെങ്ങനെയാണ് തപ്പിയെടുക്കേണ്ടത് അത് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നമ്മളിവിടെ പൂരിപ്പിച്ചാൽ മതി. അതിനുശേഷം ഏറ്റവും താഴെ വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗങ്ങളുടെയോ ഒപ്പ്, ഇടത് തള്ളവരുടെ അടയാളം, ബന്ധം സൂചിപ്പിക്കുക തീയതിയോടൊപ്പം. അപ്പം നിങ്ങളല്ല ഒപ്പിടുന്നതെങ്കിൽ, നിങ്ങളുടെ മറ്റ് ബന്ധുക്കളാണ് ഒപ്പിടുന്നതെങ്കിൽ ആളുടെ പേരും ഒരു ഒപ്പും അവിടെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഒപ്പിടുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ആ ഒരു പേരെഴുതുക, അവിടെ ഒപ്പിടുക. പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിരവധി ആൾക്കാർക്ക് ഈ 2 കോളങ്ങളാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത് 2002 ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ആദ്യത്തെ കോളം, 2002 ഉൾപ്പെടാത്ത വ്യക്തികൾക്കാണ് രണ്ടാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ അത് സെർച്ച് ചെയ്ത് ആ ഡീറ്റെയിൽസുകൾ എടുത്ത് വ്യക്തമായി ഇവിടെ പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്